ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. എൻ്റെ തൊണ്ട പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല, അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് എത്ര നേരം എനിക്ക് സംസാരിക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ധാരണയില്ല. എന്നാൽ പോലും നമുക്ക് ശ്രമിച്ചു നോക്കാം. ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മൈക്കൽ കാരിക്കിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ചിട്ടാണ്. അതെ, ദ വൈബ്സ് ആർ ബാക്ക്, ദ സ്മൈൽസ് ആർ ബാക്ക് ആൻഡ് ഫെർഗി ടൈം ഇസ് ബാക്ക് അറ്റ് ഓൾഡ് ട്രാഫോർഡ്. ഇനിയുള്ള $1 million ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബാക്കായോ എന്നുള്ളതാണ്. അതായത് ചുവന്ന ചെകുത്താന്മാർ തിരിച്ചു വന്നു എന്നുള്ളതാണ്. അതിനുള്ള ഉത്തരം പറയാറായിട്ടില്ല ചങ്ങായിമാരെ, പറയാറായിട്ടില്ല. പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരുടെ മുഖത്ത് ആ പുഞ്ചിരി തിരിച്ചു വന്നിട്ടുണ്ട്. ദ സ്മൈൽസ് ആർ ബാക്ക്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അതായത് ആ ഒരു എന്താ പറയുക, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ എന്ന രീതിയിൽ അവർക്ക് കിട്ടുന്നൊരു ഒരു ഒരു ത്രില്ലുണ്ട്, ഒരു അനുഭൂതിയുണ്ട്. പ്രത്യേകിച്ച് ഓൾഡ് ട്രാഫോർഡിൽ ഫെർഗി ടൈമിലൊക്കെ ഗോളുകളൊക്കെ കാണുന്ന സാഹചര്യത്തിൽ അത്തരത്തിലുള്ള വിജയങ്ങൾ അവർക്ക് കരസ്ഥമാക്കുമ്പോൾ കിട്ടുന്ന തരത്തിലൊരു ഒരു പ്രത്യേക സുഖമുണ്ട്. അത് അനുഭവിക്കുകയാണ് അവർ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പുഞ്ചിരി തിരിച്ചു വന്നിട്ടുണ്ട്. എല്ലാം സോൾവ് ആയിട്ടൊന്നുമില്ല, എല്ലാം സോൾവ് ആയിട്ടൊന്നുമില്ല. പക്ഷേ 3 മത്സരങ്ങൾ അടുപ്പിച്ച് പ്രീമിയർ ലീഗിൽ വിജയിച്ചിരിക്കുകയാണ് മൈക്കൽ കാരിക്ക് മാനേജറായതിനു ശേഷം. അത് 3 എടങ്ങറ് പിടിച്ച ഫിക്സറുകളായിരുന്നു. അതിൽ തന്നെ ആദ്യത്തെ 2 ഫിക്സറുകളിൽ കാര്യമായിട്ടുള്ള ചാൻസ് ഒന്നും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് പലരും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് മാഞ്ചസ്റ്റർ ഡാബിയിൽ ഇംപ്രസീവായിട്ടുള്ള വിക്ടറി കരസ്ഥമാക്കുന്നത്. അതിനുശേഷം എമിറേറ്റ്സിലേക്ക് ഒരു പോക്ക, എന്നിട്ട് ആർസണൽ അവിടെ വെച്ച് പരാജയപ്പെടുത്തുന്നു. എന്നിട്ടോ ഫുള്ളുമായിട്ടുള്ള മാർക്കോ സിൽവയുടെ ടീമുമായിട്ടുള്ള പോരാട്ടം ഓൾഡ് ട്രാഫോർഡിൽ, അതും അവർ വിജയിച്ചവരാണ്. ഫുള്ളും കാര്യങ്ങൾ ഇടങ്ങറാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഓൾഡ് ട്രാഫോർഡാണ്, തിയേറ്റർ ഓഫ് ഡ്രീംസ് ആണ്. നാടകീയതയ്ക്ക് കുറവോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ ഒടുവിൽ ബെഞ്ചമിൻ സെസ്കോ ഇഞ്ചുറി ടൈമിൽ ആ ഗോൾ അടിക്കുമ്പോൾ ആ സ്റ്റേഡിയം കൊണ്ട് ഇറപ്റ്റ് ആവുകയാണ്. മാഞ്ചസ്റ്റർ ആരാധകർ ലോകത്തിൻ്റെ നാനാഭാഗത്തിരിക്കുന്നവർ അങ്ങോട്ട് എൻജോയ് ചെയ്യുകയാണ്. ആ ഫെർഗി ടൈം മൊമെൻറ്റ്, അവിടെ ഫെർഗസൺ ഇരിക്കുന്നുണ്ട്. ആ ഫെർഗി ടൈം മൊമെൻറ്റ് എല്ലാവരും അങ്ങോട്ട് ഉൾക്കൊള്ളുകയാണ്. അതൊരു ഒരു വല്ലാത്തൊരു ഇമോഷനാണ്, വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ 3-2 എന്നുള്ള സ്കോർ ലൈന് ഫുള്ളുമിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ടോപ്പ് 4-ലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ നിലവിലിരിക്കുന്നത്. ഇനി ആ ചങ്ങായി ഉണ്ടല്ലോ, മുടി മുറിക്കാത്ത ചങ്ങായി, 5 കളികൾ അടുപ്പിച്ച് ജയിച്ചാൽ മാത്രമേ മുടി മുറിക്കുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആ ചങ്ങായി, ആൾക്ക് മുടി മുറിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അടുത്ത 2 മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് സ്പേഴ്സുമായിട്ടുള്ള ഹോം മത്സരമാണ്, അതിനുശേഷം പിന്നെ വെസ്റ്റ് ഹാമുമായിട്ടുള്ള അവേ മത്സരമാണ്. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. എനിവേ, എന്താണ് ഈ മത്സരത്തിൽ നടന്നത്, എന്തൊക്കെയാണ് സംഭവങ്ങൾ സംസാരിക്കുകയാണത്, അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും കസമീറോൻ്റെ ഒരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആ നോ ലുക്ക് പാസൊക്കെ എൻ്റെ ചെങ്ങായിമാരെ, അതും നോ ലുക്ക് അസിസ്റ്റ്, വാവ്, ത്രൂ ബോൾ. 2024 അല്ലേ ജെയ്മി കാരഗർ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് കസമീറോനെ കുറിച്ച്. അതായത് ലീവ് ഫുട്ബോൾ ബിഫോർ ഫുട്ബോൾ ലീവ്സ് യു എന്നുള്ള തരത്തിലുള്ള സംഭവം. അതായത് വിട്ടിട്ട് പോകാൻ പറയായിരുന്നു ചങ്ങ, അത്തരത്തിലൊരു ആഹ്വാനം നടത്തുമായിരുന്നു. പക്ഷേ അതിപ്പോൾ തൊടാതെ വിഴുങ്ങേണ്ടി വന്നിരിക്കുകയാണ് ജെയ്മി കാരഗർക്ക്. ആളുടെ മിസ്റ്റേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഏജ് ക്യാച്ചപ്പ് ചെയ്യുന്നതൊരു ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയ മാത്രമാണ്. പിന്നെ ഈ കസമീർ എന്നൊക്കെ പറഞ്ഞാൽ ആൾ എത്രത്തോളം കയ്യിലൂത്തിയിട്ടാണ് ഇവിടേക്ക് എത്തി നിൽക്കുന്നുള്ള കാര്യം നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ആളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരമായിട്ടുള്ള സംഭവമാണ്. പിന്നെ ആളുടെ ലിമിറ്റേഷൻസിനെ കുറിച്ചും അതേപോലെ തന്നെ ആളുടെ ബോഡി എത്രത്തോളമാണ് പിന്നെ പഴയ പോലെ അല്ലാതിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ നല്ല ധാരണ പുള്ളിക്കാരൻ ഉണ്ടായിരിക്കും. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ, ആളിനെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതി അത്ര നല്ലതായിരുന്നില്ല മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആളുടെ ആ ലിമിറ്റേഷൻസിനെ കുറിച്ച് അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരുന്നെങ്കിൽ പോലും ആളെ യൂട്ടിലൈസ് ചെയ്യുന്നവർക്ക് അതിന് ധാരണമില്ലാതെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ മൈക്കൽ കാരിക്ക് ചെങ്ങായിനെ ഡീസൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഈവൻ ഈ സീസണിൽ ഓവറോൾ ഈവൻ റുബൻ അമോറിമിൻ്റെ കീഴിലും മോശമില്ലാത്ത രീതിയിൽ തന്നെയാണ് കസമീറോ പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ കസേ എന്താണ് ആളുടെ ആ ഒരു നോ ഹൗ, എങ്ങനെയാണ് ഈ പരിപാടി ചെയ്യേണ്ടത് എന്നതിൻ്റെ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, അതൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്ന പരിപാടിയൊന്നുമല്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവർ 50-60 വയസ്സായി കഴിഞ്ഞാലും ആ നോഹോ ഒക്കെ അവരുടെ തന്നെ തലച്ചോറിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അമ്മാതിരി പരിപാടി ചെയ്തിട്ടുള്ള ആൾക്കാരാണേ. അപ്പോൾ ഇവിടെ ആളുടെ ആ ഒരു നോഹോക്കൊന്നും കാര്യമായിട്ട് ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല. അതേപോലെ തന്നെ ആളെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഗ്രൗണ്ടിൽ കാണാൻ സാധിക്കുന്നത്.
ആൾക്ക് ഇനഫ് റെസ്റ്റ് കൊടുക്കുന്നു, ആൾ ആ ഒരു പ്രോപ്പർ സിസ്റ്റത്തിൽ ആളെ കളിപ്പിക്കുന്നു, ആളുടെ കൂടെ പ്ലേയേഴ്സ് ഉണ്ടായിരിക്കണം ക്ലോസ് പ്രോക്സിമിറ്റിയിൽ, അതേപോലെ തന്നെ ആ ഡിഫൻസിന് ഷീൽഡ് എന്ന രീതിയിലാണ് കളിക്കുന്നത്. വല്ലാതെ ഒരുപാട് ട്രാൻസിഷനിൽ പിന്നെ ഗ്രൗണ്ട് കവർ ചെയ്യേണ്ട സിനാരിയോകളില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ കശ്മീരൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. പിന്നെ മാത്രമല്ല ആൾ ഓൺ ദ ബോളും ആ ഒരു ഫോർവേഡ് തിങ്കിങ് ആയിട്ടുള്ളൊരു പ്ലെയറാണ് കസമീറോ. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം യെസ്, ഈവൻ ഫസ്റ്റ് ഹാഫിൽ എന്തോ 6-7 മിസ്പ്ലേസ് പാസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ആളുടെ സെറ്റ് പീസിലുള്ള എബിലിറ്റി, ആളുടെ ഈ ഡിഫൻസിന് കവർ ചെയ്യുന്ന ആ ഒരു ഗെയിം റീഡ് ചെയ്യുന്ന എബിലിറ്റി, അതൊക്കെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ എന്താണ് കശ്മീറോ എല്ലാം കൊടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര രസമുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ ആ രീതിയിൽ ആളുടെ ഈ ഒരു അവസാന 4-5 മാസങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലുള്ള സമയം അതാണ് എൻജോയ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. പിന്നെ വേൾഡ് കപ്പ് എന്ന് പറയുന്ന ആ ഒരു സംഭവം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. കാർലോ ആഞ്ചലോട്ടിയുടെ ടീമിൽ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം, വേൾഡ് കപ്പിൽ നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കണം എന്നൊരു കൃത്യമായിട്ടുള്ള ബോധ്യം കൂടി അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ വേൾഡ് കപ്പിലേക്ക് പോകുമ്പോൾ നല്ല ഷേപ്പിൽ പോകണം എന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ കസമീരൊക്കെ നാഞ്ഞ് പിടിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ബ്രസീലിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ഒരു കൈ നോക്കാൻ പറ്റും അടുത്ത വേൾഡ് കപ്പിൽ. പിന്നെ കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്ന ഡോൺ കാർലോ എന്ന് പറയുന്ന മുതലല്ലേ കോച്ച് ചെയ്യുന്നത്. പിന്നെ നല്ല കിടിലം പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. അപ്പോൾ ആ മിഡ്ഫീൽഡിൽ കാസ്യം നാഞ്ഞു പിടിച്ചാൽ പോരാത്ത വേൾഡ് കപ്പ് ഒന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എനിവേ അതൊരു ഡിഫറെൻറ്റ് ടോപ്പിക് ഓൾ ടുഗദറാണ്. അതിലേക്ക് നമുക്ക് മറ്റൊരു ദിവസം വരാം. അപ്പോൾ എന്തായാലും കാസെ ബ്രില്യൻ്റായിട്ട് കളിച്ചുള്ള മറ്റൊരു മത്സരമാണ്. കാസെ അവിടെ നിന്ന് പോയപ്പോഴാണ് ഫുള്ളും 2 ഗോളുകൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. ഉഗാർത്തെ വരുന്നു, ഉഗാർത്തയ്ക്ക് ആ റോള് കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല. ഉഗാർത്തയുടെ പ്രൊഫൈൽ തന്നെ വേറെ രീതിയിലാണ് അല്ലേ. അപ്പോൾ ആളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ആ ഒരു പൊസിഷനിൽ കളിക്കുമ്പോൾ ആ ഇല്ല. ആൾ വേണമെങ്കിൽ ഒരു 8 ആയിട്ട് കളിപ്പിക്കാൻ പറ്റും, ഒരു 100 ആയിട്ട് കളിപ്പിക്കാൻ പറ്റും. പക്ഷേ ആ ഒരു ഡിഫൻസിനെ ഷീൽഡ് ചെയ്യുന്നതിൽ ആൾ അത്ര മിടുക്കനല്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെയാണ് യുണൈറ്റഡ് വൾണറബിൾ ആയത് കസമീറോ പോയതിനു ശേഷം. അപ്പോൾ കസമീറോയുടെ ഗെയിം ഓഫ് ക്ലാസ് മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കരസ്ഥമാക്കുന്നു. ആളുടെ ആ ഒരു സെലിബ്രേഷൻ, തൻ്റെ മകന് വേണ്ടിയിട്ടാണ് ആ സെലിബ്രേഷൻ നടത്തിയെന്നാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചുള്ളത്. ആ നോ ലുക്ക് പാസ് മാൻ, അതിങ്ങനെ എത്ര നേരം വേണമെങ്കിലും കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകർ ഒരുപാട് തവണ കണ്ട് കഴിഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി എന്നുള്ളതാണ്. വാട്ട് എ പാസ് മാൻ, വാട്ട് എ പാസ്. അപ്പോൾ എന്തായാലും കാസെ ഹാഡ് എ ഗ്രേറ്റ് ഗെയിം. ബ്രൂണോയുടെ ഓവറോൾ ഗെയിം അത്ര ബ്രില്യൻ്റ് ആയിരുന്നില്ല, പക്ഷേ സ്റ്റിൽ ഹീ പ്രൊഡ്യൂസ്ഡ് 2 ബ്രില്യൻ്റ് മൊമെൻറ്റ്സ്, 2 അസിസ്റ്റ്സ്. അപ്പോൾ അതാണ് ബ്രൂണോയെ സംബന്ധിച്ചിടത്തോളം ആ ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും ആ ഒരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം അത്തരത്തിലുള്ള ക്വാളിറ്റിയുള്ള ഫുട്ബോളറാണ്. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു വിന്നിംഗ് ഗോൾ അസിസ്റ്റ് വാസ് ബ്രില്യൻറ്റ്. ഫസ്റ്റ് ടൈം ക്രോസ് കൊടുക്കുന്നു, അതിലുള്ള ആളുടെ ഒരു ഡമ്മി വാസ് സെൻസേഷണൽ. ശെഷ്കോൻ്റെ ഗോൾ വാസ് ഒരു രക്ഷീനായിരുന്നില്ല. അതേപോലെ തന്നെ ഫസ്റ്റ് യുണൈറ്റഡ് ഗോളുള്ള ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ അസിസ്റ്റ് വാസ് ബ്രില്യൻറ്റ്, ഡെലിവറി വാസ് ഗ്രേറ്റ്. അപ്പോൾ പിന്നെ കോബി മേനു ഈ കോബി മേനുവിനെ നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള സംഭവമാണ്. ഈ കോബി മേനുവിനെ യൂട്ടിലൈസ് ചെയ്യാതിരുന്ന റുബൻ മരുമനോട് എന്താ നമ്മൾ പറയുക എന്നുള്ളതാണ്. എന്താ നമ്മൾ പറയുക, അത് ഒരു ക്രിമിനൽ പരിപാടിയായിട്ട് വേണമെങ്കിൽ കണക്കാക്കേണ്ടി വരും. കാരണം അത്തരത്തിലൊരു ക്വാളിറ്റിയുള്ള ഫുട്ബോളറിനെ എങ്ങനെയെങ്കിലുമൊക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 മത്സരങ്ങളും കോബി മേനുടേതായിട്ട് ആ ഒരു ക്വാളിറ്റി നമുക്ക് പ്രദർശിപ്പിക്കുന്നതിനാണ് കാണാൻ സാധിച്ചത്. പ്യൂർഫുള്ളായിട്ടാണ് കോബി മേനു കളിച്ചത്. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് പല സിറ്റുവേഷനിലും കോബി മേനുവിന് പാസ് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളെ സംബന്ധിച്ചോളം അത് ആ ബോൾ ടേക്ക് കെയർ ചെയ്യാനുള്ളൊരു ഒരു കഴിവ്, ആ ടെക്നിക്കൽ ക്വാളിറ്റി കോബി മേനുവിനുണ്ട്. അപ്പോൾ ആ കോബി മേനു ഹാഡ് എ ഗ്രേറ്റ് ഗെയിമിന്. ആഫ്റ്റർ 40 അല്ലെങ്കിൽ 45 47 മത്സരങ്ങൾക്ക് ശേഷമാണ് റുബൻ അമോറിമിൻ്റെ കീഴിൽ അടുപ്പിച്ച് 3 മത്സരങ്ങൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കുന്നത്. ഇപ്പോൾ മൈക്കിൾക്കാരിക്ക് വന്ന് 3 ഗെയിംസ് 3 വിക്ടറീസ്. അതുപോലെ തന്നെ ഇഞ്ചുറി ടൈമിലാണ് കെവിൻ്റെ ആ സെൻസേഷണൽ ഗോൾ നമ്മൾ കണ്ടത്. ഫുള്ളും ഈക്വലൈസർ അടിക്കുന്നത്, 2 ഗോളിന് പുറകിൽ നിന്നതിന് ശേഷം ഫുള്ളും 2-2 ആക്കി. ആ കെവിൻ്റെ ഗോൾ ആ സാഹചര്യത്തിൽ വന്നപ്പോൾ എന്താണ്, മൈക്കിൾ കാരിക്ക് പതറിയിട്ടില്ല. കാരണം മൈക്കിൾ കാരിക്ക് ഇത് ഒരുപാട് കണ്ടിട്ടുള്ളതാണ്. ഒരു പ്ലെയർ എന്ന നിലയ്ക്ക് ഒരുപാട് കണ്ടിട്ടുള്ള ചങ്ങയാണ്. ആൾ പതറിയില്ല. ഓൾഡ് ട്രാഫോർഡിൽ ആ ക്രൗഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് ആ 12th മാനായിട്ട് കളിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ്. അവരും പതറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ ബിലീഫ് ഇസ് ബാക്ക്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ബിലീഫ് വേണം, ബ്രേവറി വേണം, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് ടെസ്റ്റായിരുന്നു മൈക്കിൾ കാരിക്കിൻ്റെ ടീം സംബന്ധിച്ചോളം. ആ ഡിഫറെൻറ്റ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചിരിക്കുകയാണ് കാരിക്കിൻ്റെ ടീമിന്. പക്ഷേ ഇവിടെയും മറ്റൊരു ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത്
ഇപ്പോൾ ഈ 3 മത്സരങ്ങളിലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനായിരുന്നു പൊസഷൻ കുറവുണ്ടായിരുന്നത്. അപ്പോൾ അഗെയിൻ ആ ഒരു ട്രാൻസിഷൻ ടീം എന്ന രീതിയിൽ, ആ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ടീം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നത് സ്പേഴ്സിന് ചിലപ്പോൾ ഒരു ഡിഫെൻസീവ് സെറ്റപ്പിനുള്ള ശ്രമം ഉണ്ടാവും. എനിക്കറിയില്ല അവരിനി വേറെ രീതിയിൽ മാറ്റി ചിന്തിക്കുക എന്നുള്ളത്. പക്ഷേ വെസ്റ്റ് ഹാമായിട്ടുള്ള കളിയും എവേ മത്സരം, അതിലെന്തായാലും വെസ്റ്റ് ഹാം ഒരു ഡിഫെൻസീവ് യൂണിറ്റ് ആയിട്ട് തന്നെ ആയിരിക്കും പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ആ ടീമിനെതിരെ എങ്ങനെയായിരിക്കും ഈ ടീം പിന്നെ കളിക്കുക എന്നുള്ളതും ആ ഡിഫൻസിനെ എങ്ങനെയാണ് ഓർഗനൈസ് ഡിഫൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരിക്കും. പക്ഷേ അതേ ചോദ്യം ഈ ഫുള്ളമിനെതിരെയുള്ള മത്സരത്തിന് മുമ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഈ സെറ്റ് പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത്തരത്തിലുള്ള ഈ ഒരു ലോ ബ്ലോക്കിലിരിക്കുന്ന സൈഡുകൾക്കെതിരെ ഓർഗനൈസ്ഡ് ഡിഫൻസിനെതിരെ സെറ്റ് പീസ് ഒരു ആയുധമാണ്. ആർസണൽ അത് വേണ്ടുവോളം യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, യുണൈറ്റഡ് തന്നെ ഈ സീസണിൽ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ചെൽസി യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ സെറ്റ് പീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആയുധം തന്നെയാണ്, സംശയത്തിൻ്റെ കാര്യമാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ടെസ്റ്റ് വരും, ഇനിയും ടെസ്റ്റുകൾ വരാനിരിക്കുന്നുണ്ട്. എല്ലാ പ്രോബ്ലം സോൾവായി എന്ന് കരുതണ്ട. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനുള്ള വകുപ്പുണ്ട്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അടുത്ത മത്സരത്തിനായിട്ട് കാത്തിരിക്കുകയായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആരാധകരെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി ഈ മത്സരത്തിലെ മറ്റ് സംഭവങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ എന്താണ്, മത്സരം തുടങ്ങുമ്പോൾ ഡോർഗുവിന് ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്. അതൊരു ഡെവസ്റ്റേറ്റിംഗ് ബ്ലോ ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. 10 വീക്സ് ഔട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഡെവസ്റ്റേറ്റിംഗ് ബ്ലോ ആണ്. പ്രത്യേകിച്ച് ആ ഒരു ബ്രേവായിട്ടുള്ള ഫുട്ബോൾ ആ വിങ്ങിലൂടെ കളിക്കുകയായിരുന്നു ഡോർഗു. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുത്തേണ്ട ആ ഒരു ഫോഴ്സ്ഡ് സംഭവം ഉണ്ടായിരുന്നു കാരിക്കിന് മുമ്പിൽ. അപ്പോൾ ആ ചേഞ്ച് വരുന്നു. പകരം മാച്ചസ് കുനിയാണ് ആ പൊസിഷനിൽ കളിക്കുന്നത്. എംബൂമോ തന്നെ സ്ട്രൈക്കറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സാഹചര്യം. ബ്രൂണോ ഫെർണാണ്ടസ് 10 റൈറ്റ് സൈഡിലാണ്. അത് ഡിഫൻസിൽ സെയിം ഡിഫൻസീവ് സെറ്റപ്പ് തന്നെ. മിഡ്ഫീൽഡിൽ കസമീറോ, അതേപോലെ തന്നെ കോബി മേനോ. അപ്പോൾ ഇതിൽ ഫുള്ളമേ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ മാർക്കോ സിൽവയുടെ ഫുള്ളം ആ യൂറോപ്യനായിട്ടുള്ള പുഷ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് വെച്ചാൽ റൗൾ ഹിമിനസ് ഒരു ഗുഡ് സ്ട്രൈക്കറാണ്, ഒരു സീസൺഡ് പ്രീമിയർ ലീഗ് ഫുട്ബോളറാണ്. പക്ഷേ അവർക്കിപ്പോഴും ഒരു പ്രോപ്പർ എന്താ പറയുക കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നയന കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. കാരണം അവരുടെ ബാക്കിയുള്ള ബിൽഡപ്പ് ആണെങ്കിലും ആ ഫൈനൽ തേർഡിലേക്ക് എത്തുന്ന രീതിയാണെങ്കിലും ഒക്കെ നല്ലതാണ്. പിന്നെ അവർ ഒരു ഡിഫെൻഡ് ചെയ്യുന്നൊരു യൂണിറ്റ് എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അവർ നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യും. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറേ കൂടി ഈ ഫുള്ളം ബോർഡ് ചെങ്ങനെ ബാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ കെവിനെ പോലെ ചുക്വേസിനെ പോലെയുള്ള പ്ലേയേഴ്സിനെയൊക്കെ സൈൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമുള്ള സംഭവമാണ്. അപ്പോൾ അഗെയിൻ ഒരു പ്രോപ്പർ നയനെ കൂടി കൊണ്ടെത്തിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മാർക്കോ സിൽവ ക്യാൻ ഡു വണ്ടേഴ്സ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഒരു ഫാൻറ്റാസ്റ്റിക് കോച്ചാണ് ചങ്ങായി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ആ ഒരു മിഡ്ഫീൽഡിൽ സാൻഡബർഗ് ഫാൻറ്റാസ്റ്റിക് ആയിട്ടാണ് കളിച്ചത്. അതായത് ബ്രൂണോ ഫെർണാണ്ടസ് വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതിരിക്കുന്നതിനുള്ള ഒരു കാരണക്കാരൻ സാൻഡബർഗ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ബ്രൂണോ ഫെർണാണ്ടസ് ഓവറോൾ ഗെയിമിൽ പറഞ്ഞ പോലെ 2 ഗ്രേറ്റ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസ് ഉള്ള പ്ലെയറാണ്, മാജിക്കൽ മൊമെൻറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. പക്ഷേ ഓവറോൾ ഗെയിമിൽ വലിയ തോതിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റാതിരിക്കുന്നതിൽ ഒരു കാരണം സാൻഡബർഗ് ആയിരുന്നു. സാൻഡബർഗ് ഫിസിക്കലായിരുന്നു. ആളുടെ ഈവൻ ആ ഒരു ഡ്രൈവിംഗ് എബിലിറ്റി, അവരുടെ ആ ഒരു പെനാൽറ്റി വിൻ ചെയ്ത സിറ്റുവേഷനിലൊക്കെ സാൻഡബർഗയുടെ ഇമ്പാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ യുണൈറ്റഡിൻ്റെ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് വളരെ വലുതായിട്ട് നമ്മൾ തോന്നുന്നുണ്ടായിരുന്നു. അവർ പലപ്പോഴും കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക്, അതായത് സിറ്റി മത്സരത്തിനും അതേപോലെ തന്നെ ആർസണൽ മത്സരത്തിനും ഈ മത്സരം തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്തായിരുന്നു എന്നറിയാം. അതായത് ഫുള്ളമിനെതിരെ യുണൈറ്റഡ് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു. അതായത് പിന്നെ ഫ്രണ്ടിലേക്ക് പോയി ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യണോ അതോ കോമ്പാക്റ്റ് ആയിട്ട് ഇരിക്കണോ എന്നതിൻ്റെ ഒരു ചെറിയ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ആ കളി കാണുമ്പോൾ. അപ്പോൾ ചില സാഹചര്യങ്ങളൊക്കെ ഫുള്ളും വളരെ ഈസി ആയിട്ട് യുണൈറ്റഡിൻ്റെ പ്രസ്സിനെ മറികടന്ന് വരുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴേക്കും വിങ്ങർമാരൊക്കെ താഴോട്ടിറങ്ങി വന്ന് സപ്പോർട്ടിന് കൊടുക്കാനുള്ള ശ്രമം, ആ ഒരു കോമ്പാക്ട് ഷേപ്പിലേക്ക് ഇരിക്കാനുള്ള ശ്രമമുണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഈ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് വലുതായി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് കസമീർ പോയതിനു ശേഷം അത് കുറച്ച് കൂടിയ പോലെ തോന്നുമായിരുന്നു. പിന്നെ യുണൈറ്റഡ് പല സാഹചര്യങ്ങളും ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങാനും ശ്രമിക്കുന്നത്. ലോ ബ്ലോക്കിലേക്ക് ഇറങ്ങുമ്പോൾ അവർ അഗ്രസീവായിട്ട് പിന്നെ ചാലഞ്ചസ് നടത്തുന്നുണ്ട്. പക്ഷേ അത് പലപ്പോഴും ഫൗളിൽ കലാശിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു. ഇപ്പോൾ സ്മിത്രോനെ ലൂക്ക് ഷോ ഫൗൾ ചെയ്തത് എഡ്ജ് ഓഫ് ദ ബോക്സിൽ ഫൗൾ ചെയ്ത സാഹചര്യം, അതേപോലെ തന്നെ വേറെയും ഇൻസ്റ്റൻസും കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേക്ക് നമുക്ക് വരാം. അപ്പോൾ എന്തായാലും ഒരു ഡിഫറെൻറ്റ് ടെസ്റ്റായിരുന്നു ഫുള്ളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. കാരണം വെച്ചാൽ ഓൾഡ് ട്രാഫോർഡിലാണ്. അപ്പോൾ ഫുള്ളമിനെ പോലുള്ള ഒരു സൈഡിനെതിരെ, ഫുള്ളം നല്ല രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സൈഡാണ്, പക്ഷേ സ്റ്റിൽ ഫുള്ളമിനെതിരെ പോലുള്ള ഒരു സൈഡിനെതിരെ കുറച്ചുകൂടി
എന്താണ് കൺട്രോളും കുറച്ചുകൂടെ എന്താണ് യുണൈറ്റഡ് കാര്യങ്ങൾ ഒരു പ്രൊട്ടഗണിസ്റ്റിനെ പോലെ കാര്യങ്ങൾ മുമ്പോട്ടേക്ക് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ സ്റ്റിൽ എന്താണ് സെക്കൻഡ് ഹാഫിൽ 2-0 ലീഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ വളരെ കംഫർട്ടബിളായിട്ട് പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഫുള്ളും ശ്രമങ്ങളായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും. പക്ഷേ ഈ പറഞ്ഞ പോലെ കസമീറ പോയതിനു ശേഷമാണ് പിന്നെ ആ 2 ഗോളുകൾ വന്ന് കാര്യങ്ങളൊക്കെ ഡ്രമാറ്റിക് ആയിട്ടുണ്ടായിരുന്നത്. ഇനി യുണൈറ്റഡ് ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്ത വന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അപ്പോൾ അതിൽ എന്താണ് മെയിനു, കസമീറോ, ലിസാൻഡ്രോ മാർട്ടിനസ് ഒക്കെ ഇൻവോൾവ് ആയിരുന്നു. എന്നിട്ട് ആ ബോൾ അമാദിയോയിലേക്ക് എത്തുന്നു. മെയിനുമാണ് പിന്നീട് അമാദിയോയിലേക്ക് കൊടുക്കുന്ന റൈറ്റിൽ. അമാദിയോയിലെ റൈറ്റിൽ നിന്ന് കട്ടൻസൈഡ് വന്നിട്ട് ഷോട്ട് അൺലീഷ് ചെയ്യുന്നു. അത് കീപ്പർ സേവ് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 10ാമത്തെ മിനിറ്റിൽ ഒരു നാസ്റ്റി ചാലഞ്ച് നടത്തിയിട്ടുണ്ടായിരുന്നു ക്വൻക എംബുമൊക്കെതിരെ. അത് ജസ്റ്റ് ഔട്ട്സൈഡ് ദ ബോക്സ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ സ്റ്റിൽ അതൊരു ഫൗൾ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി ആ ചാലഞ്ച് ബോക്സിലേക്ക് കടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. അങ്ങനെയാണെങ്കിൽ അത് പെനാൽറ്റിക്കുള്ളൊരു കോൾ പോലും ഉണ്ട് എന്നുള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷേ എന്തായാലും അവിടെ റഫറി ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഒരു ബാഫ്ലിംഗ് ഡിസിഷനായിട്ട് എനിക്ക് തോന്നി. പിന്നെ എങ്ങനെയാണ് യുണൈറ്റഡിൻ്റെ ആദ്യത്തെ ഗോളിനുള്ള ഒരു ഫ്രീ കിക്ക് വരുന്നത്? അപ്പോൾ അത് ആദ്യം പെനാൽറ്റി എന്നുള്ള രീതിയിലാണ് റഫറി വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അമാദിയാലിലേക്ക് ബോളെത്തി റൈറ്റ് സൈഡിൽ. അപ്പോൾ അവിടെ അമാദിയാലേക്ക് ആ ഒരു ചാനൽ റണ്ണ് നടത്തി കൊടുക്കുന്നത് ആരാണെന്നറിയോ? മാറ്റിയാസ് കുഞ്ഞിയാണ്. മാറ്റിയാസ് കുഞ്ഞ ലെഫ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ അവിടെ ആ ഒരു റൊട്ടേഷൻ നമ്മൾ കാണും. ഈ സാഹചര്യത്തിൽ ലെഫ്റ്റ് ഏരിയ പിന്നെ കവർ ചെയ്ത് നിൽക്കുന്നത് ആരാന്ന് വെച്ചാൽ എംബുമാണ്. ആ ഒരു സെൻട്രൽ സോണിൽ നമുക്ക് ബ്രൂണോനെ കാണാൻ പറ്റും. മാറ്റിയാസ് കുഞ്ഞ റൈറ്റ് ചാനലിലേക്കുള്ള റണ്ണ് നടത്തി കൊടുക്കുന്നു, ആ ഒരു ഓവർലാപ്പിംഗ് റണ്ണ് നടത്തി കൊടുക്കുന്നു. അപ്പോൾ അമാദിയാലോ ആളെ പീക്ക് ചെയ്യുന്നു. അപ്പോൾ കൊങ്കയുണ്ട് ആരുടെ കൂടെ? കൂഞ്ഞയുടെ കൂടെ. പക്ഷേ ആ കൂഞ്ഞയുടെ ആ പവർഫുൾ റൺ നമ്മളവിടെ കാണാണ്, ബോക്സിലേക്കുള്ള റൺ നമ്മൾ കാണാണ് ആ റൈറ്റിൽ നിന്ന്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു വെച്ചാൽ കൊൻക ആളെ ഷർട്ട് പിടിച്ച് വലിക്കുന്നുണ്ട്. ബോക്സിലേക്ക് എത്തിയതിനു ശേഷം ഒരു ചാലഞ്ച് നടത്തുന്നുണ്ട്. പക്ഷേ ആ ചാലഞ്ച് നടത്തിയപ്പോൾ കൃത്യമായിട്ടും ആളവിടെ ബോൾ ക്ലീനായിട്ട് വിൻ ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷേ റെഫറി പെനാൽറ്റി കൊടുക്കുന്നു. സ്ക്രീനിൽ പോയി നോക്കേണ്ട ഒരു സാഹചര്യം പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. VR ഇടപെട്ടിട്ട് പറഞ്ഞു അത് ക്ലിയർ ബോൾ പിന്നെ അവിടെ വിൻ ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് അത് പെനാൽറ്റി അല്ല. അത് പകരം എന്താണ് ആ പുള്ളിന് ആ ബോക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആ ഷർട്ട് വിട്ടു, ചങ്ങായി ജേഴ്സി വിട്ടു. പക്ഷേ ആ പുള്ള് നടത്തിയതിന് അവിടെ ഒരു ഫ്രീ കിക്ക് കൊടുക്കുകയാണ്. ആ ഫ്രീ കിക്ക് ബ്രൂണോ ഫെർണാണ്ടസ് എടുക്കുന്നു. അവിടെ ഫുള്ളമിനെ സംബന്ധിച്ചിടത്തോളം അവർ കസമീറോ ഒരു ഡേഞ്ചർ മാനാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ. കസമീറോനെ അവിടെ കൃത്യമായിട്ടും ടാക്കിൾ ചെയ്യുന്നില്ല. കസമീറോ അവിടെ ഫാൻറ്റാസ്റ്റിക്കായിട്ട് അൺലീഷ് ചെയ്യുന്നു. എന്നതിന് ശേഷം സെലിബ്രേഷൻ പുൾ ഓഫ് ചെയ്യുന്നു. 1-0. മാർക്കോ സിൽവ ശരിക്കും ഫ്യൂമിങ് ആയിരുന്നു. ആൾക്കൊരു യെല്ലോ കാർഡ് കിട്ടി. കാരണം വെച്ചാൽ ആൾ വിചാരിക്കുന്നത് ഒന്നത് പെനാൽറ്റി കൊടുത്തതിന് ആൾക്ക് ദേഷ്യമുണ്ട്, പിന്നെ മറ്റൊരു സംഭവം എന്തിനും ഫ്രീ കൊടുത്തു എന്നാണ് മറ്റൊരു ചോദ്യം വരുന്നത്. എനിവേ 1-0 ലീഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എടുക്കുകയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ യുണൈറ്റഡ് കുറച്ച് നേരം ആ ഒരു ഡിഫെൻസീവ് ഷേപ്പിലേക്കൊക്കെ ഇറങ്ങി വരുന്ന സിനാരിയോകൾ ഉണ്ടായിരുന്നു. ഫുള്ളും കുറച്ച് പൊസഷൻ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടായിരുന്നു യുണൈറ്റഡിനേക്കാൾ. ഈവൻ ഫസ്റ്റ് ഹാഫിലും ആ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ യുണൈറ്റഡിന് എന്താണ് ആ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു 1-0 ലീഡ് 2-0 ആക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു കാര്യം ഓർക്കണം. അങ്ങനെ എന്തായാലും ഫസ്റ്റ് ഹാഫ് കഴിയുന്നു. സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഫുള്ളും ആ ഒരു ഈക്വലൈസറിനായിട്ടുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോൾ എഡ്ജ് ഓഫ് ദ ബോക്സിൽ ലൂക്ക് ഷോ വിൽസനെ ഫൗൾ ചെയ്യാണ്. അപ്പോൾ ഫുള്ളമിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഫ്രണ്ടിൽ ചുക്വേസ, വിൽസൺ, സ്മിത്രോ ഒക്കെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഹിമെനസ് സ്ട്രൈക്കറായിട്ട്. അപ്പോൾ ഈ ലൂക്ക് ഷോയുടെ ചാലഞ്ച് ഒരു ഫ്രീ കിക്കിൽ കലാശിക്കുകയാണ് ആ ഒരു ബോക്സിൻ്റെ ഒരു റൈറ്റ് സൈഡിൽ. അങ്ങനെ പുറത്ത് റൈറ്റ് സൈഡിൽ. അപ്പോൾ ആ ഫ്രീ കിക്ക് നല്ലൊരു ഫ്രീ കിക്ക് എടുത്തു. അത് പിന്നെ ലോവൻസ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീബൗണ്ട് ബോക്സിൽ തന്നെയായിരുന്നു. അത് എങ്ങനെയൊക്കെയോ യുണൈറ്റഡ് ക്ലിയർ എന്നൊരു സാഹചര്യം നമ്മൾ കാണണം. പിന്നെ എങ്ങനെയാണ് മാഞ്ചസ്റ്ററിൻ്റെ ഒരു രണ്ടാമത്തെ ഗോൾ, ഡിസൈസീവ് ഗോൾ വരുന്നത്? അതിൽ ഈ പറഞ്ഞ പോലെ കസമീറോയുടെ നോ ലുക്ക് പാസിനെ കുറിച്ചായിരിക്കും എല്ലാവരും ചർച്ച ചെയ്യുക. പക്ഷേ അതിനു മുമ്പ് കസമീറോയുടെ ആ ഒരു ഇൻ്റർസെപ്ഷൻ ഉണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാം. അതായത് യുണൈറ്റഡ് ആ ഫുള്ളമിൻ്റെ ഏരിയയിലേക്ക് കയറി നിൽക്കുന്ന ഒരു സിനാരിയോ ആണ്. അപ്പോൾ എന്താണ് ഫുള്ളും ക്ലിയർ ചെയ്ത സംഭവം അവിടെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് ആരാണ്? കസമീറോ ആണ്. കസമീറോ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്നത് ഫുള്ളും ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുന്നു, ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ ബോൾ സെക്കൻഡ് ബോൾ വിൻ ചെയ്യാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ഡിയോഗോ ഡാലോയിലേക്ക് എത്തുന്നു. ഡിയോഗോ ഡാലോ വീണ്ടും അത് കസമീറോയ്ക്ക് കൊടുക്കുകയാണ്. കസമീറോയുടെ മുമ്പിൽ സ്പേസിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ ആളിനെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല. മാറ്റിയാസ് കുഞ്ഞ ആ ബോക്സിൻ്റെ റൈറ്റ് സൈഡിലേക്ക് റൺ നടത്തുകയാണ്. വൺസ് അഗൈൻ ആ ഒരു റൈറ്റിലേക്കാണ് ചങ്ങായി റൺ നടത്തുന്നത്. അവിടെ എന്താണ് കസമീറോയുടെ നോ ലുക്ക് പാസ് വാസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ് മാൻ, ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. അതിന് ശേഷം ബോക്സിൻ്റെ റൈറ്റ് സൈഡിൽ അത് പിക്ക് ചെയ്യുമ്പോൾ മാറ്റിയാസ് കുഞ്ഞിനെ സംബന്ധിച്ചോളം പവർഫുൾ സ്ട്രൈക്ക് അൺലീഷ് ചെയ്യാണ്. കാരണം ഫോമിലിരിക്കുന്ന പ്ലെയറിൻ്റെ ഒരു സ്ട്രൈക്കാണ് നമുക്കവിടെ കാണാൻ സാധിക്കും. അതിന് ശേഷമുള്ള
ഡാൻസ് ഡാൻസ് മൂവുകളാണ് മാറ്റിയാസ് കുഞ്ഞി നടത്തുന്നത്. മാറ്റിയാസ് കുഞ്ഞിയുടെ കൂടെ അമാദ്യാലും ഭൂമിയും ഒക്കെ ഡാൻസ് ചെയ്യുന്നൊരു സാഹചര്യം നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 64-ാമത്തെ മിനിറ്റിലാണ് ഫുള്ളം ഒരു ഗോൾ തിരിച്ചടിച്ചു എന്ന് കരുതുന്നതും അത് ഡിസലോ ചെയ്യപ്പെടുന്നതും ഓഫ് സൈഡിൽ ഡിസലോ ചെയ്യപ്പെടുന്നതും. അവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ സ്മിത്രോ ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ കട്ടിങ് സൈഡ് ചെയ്തിട്ട് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ആളെ പിടിച്ചാൽ കിട്ടുന്നില്ല. അപ്പോൾ കസമീറോയും പിന്നെ മെയിനും കൂടിയിട്ട് ആളെ ഫൗൾ ചെയ്യുന്നത്. കസമീറോ ആണ് ഒരു ക്ലിയർ ഫൗൾ നടത്തുന്നത്. അപ്പോൾ അവിടെ കസമീറോ ആ ഒരു യെല്ലോ കാർഡ് വാങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കാണാണ്. പിന്നെ ഈ സിറ്റുവേഷനിലൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഞാൻ ഭയങ്കര ഡീപ്പായിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്രബിൾ ഇൻവൈറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സംഭവമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഡീപ്പായിട്ട് പോകുമ്പോൾ അവർ ചാലഞ്ചസും കാര്യങ്ങളും നടത്തുന്ന ആ ഒരു ജസ്റ്റ് ബോക്സിന് പുറത്തായിട്ടാണ്. അത്തരത്തിലുള്ളൊരു ചാലഞ്ചാണ് ലൂക്ഷോ നേരത്തെ നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ കസമീറോ നടത്തുന്നു. അങ്ങനെ ആ ഫ്രീ കിക്ക് എടുക്കുന്നു. അത് പിന്നെ ബ്ലോക്ക് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ അത് ചൊക്വേസിലേക്ക് എത്തുന്നു. ചൊക്വേസയുടെ അറ്റംപ്റ്റും ലിച്ചയിൽ തട്ടിയിട്ട് ക്വൻക്ക് അത് ഫിനിഷ് ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. പക്ഷേ അത് ഓഫ് സൈഡായിപ്പോയി. എങ്ങനെയാണത് ഓഫ് സൈഡ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത്. അപ്പോൾ അതിൽ എന്താ സംഭവം എന്ന് വെച്ചാൽ ഈ ചുക്വേസയിലേക്ക് ബോൾ എത്തുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ പിന്നെ ആ ബോൾ വോളിൽ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ചുക്വേസിലേക്ക് എത്തുമ്പോൾ അതെന്താ സംഭവം വെച്ചാൽ ആ കിക്ക് എടുക്കുന്ന സാഹചര്യം തന്നെയാണ് അവിടെ കൺസിഡർ ചെയ്യുക. കാരണം വെച്ചാൽ ആ ഡിഫ്ലക്ഷൻ സംഭവിക്കുന്നത് ഒരു എന്താ പറയുക കൃത്യമായിട്ടുള്ള വാക്ക് എന്താണ് ഡെലിബറേറ്റായിട്ട് ആരെങ്കിലും ഇപ്പോൾ ഒരു യുണൈറ്റഡ് പ്ലെയർ ഡെലിബറേറ്റായിട്ട് പാസ് ചെയ്ത് കൊടുത്താൽ മാത്രമേ ആ ഒരു മൊമെൻറ്റിൽ നിന്ന് ഓഫ് സൈഡ് ലൈന് വരയ്ക്കുള്ളൂ. മനസ്സിലായില്ലേ? ഇത് എന്താ സംഭവിച്ചാൽ ആ കിക്ക് എടുക്കുന്ന സാഹചര്യം, ആ ഫ്രീ കിക്ക് എടുക്കുന്ന സാഹചര്യമാണ് ഇവിടെ കൺസിഡർ ചെയ്യുക. അതിനുള്ള കാരണം എന്ന് വെച്ചാൽ ആ ഡിഫ്ലക്ഷൻ സംഭവിക്കുമ്പോൾ അതൊരു ഡെലിബറേറ്റ് ആക്റ്റ് അല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും അതായത് ഇങ്ങനെ പറയാം, ആ ഫ്രീ കിക്ക് എടുക്കുകയാണ്. ഫ്രീ കിക്ക് എടുത്ത് അത് ഈ വാളിൽ തട്ടിയിട്ട് യുണൈറ്റഡിൻ്റെ പ്ലെയർ ബാക്ക് പാസ് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ പിന്നെ എന്താണ്, ആ ബാക്ക് പാസ് കൊടുക്കുന്ന സാഹചര്യത്തിലുള്ള സമയത്തുള്ള ഒരു ഓഫ് സൈഡ് ലൈനാണ് വരയ്ക്കുക. നേരെ മറിച്ച് ഇതൊരു ഡിഫ്ലക്ഷൻ ആയതുകൊണ്ട് ആ കിക്ക് എടുക്കുന്ന സാഹചര്യത്തിൽ ആ പ്ലെയർ ഓഫ് ആണോ എന്നുള്ളത് നോക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അമാദ്യാലോ ആയിരുന്നു ചുക്വേസിൻ്റെ അടുത്തുണ്ടായിരുന്നത്. അത് വളരെ മൈന്യൂട്ട് ഓഫ് സൈഡാണ്, അത് വേറെ കാര്യം, മൈന്യൂട്ട് ഓഫ് സൈഡ്. അപ്പോൾ അതിൽ ട്വിറ്ററിൽ ഞാൻ കണ്ട മറ്റൊരു സംഭവം വെച്ചാൽ അവിടെ എംബൂമായിരുന്നെങ്കിൽ, അമാദ്യാലോ എംബൂമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഓൺ സൈഡ് ആയിപ്പോയിനെ എന്നുള്ളത്. കാരണം എംബൂമൊക്കെ നല്ല പിന്നാമ്പുറമുണ്ടല്ലോ. ആ രീതിയിലുള്ളൊരു ട്വീറ്റ് ഞാൻ കണ്ടു. അവിടെ അമാദായതുകൊണ്ട് അവിടെ ഓൺ സൈഡ് ആയി എന്നുള്ളത്, അല്ലെങ്കിൽ ഓഫ് സൈഡ് ആയി എന്നുള്ളത്, അല്ലെങ്കിൽ ഓൺ സൈഡ് ആയി പോയനെ എന്നുള്ളത്, അങ്ങനത്തെ സംഭവങ്ങൾ കണ്ടു. അപ്പോൾ എനിവേ അതും മാർക്കോ സിൽവ ഫ്യൂമിങ് ആയിരുന്നു. പക്ഷേ ടെക്നോളജി വരയാണൊന്നും പറയാനില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിലൊരു സംഭവം ഉണ്ടായിരുന്ന ഒരു സ്കെയർ ആ സാഹചര്യം ഉണ്ടായിരുന്നു. ഫുള്ളും ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 71-ാമത്തെ മിനിറ്റിൽ ഫുള്ളും ചേഞ്ചസും കാര്യങ്ങളും വരുത്തി. റോബിൻസിനെയും സ്മിത്രോനെയും പിൻവലിക്കുന്നു, കെവിനെയും സെസനെയും കൊണ്ടുവരുന്നു. 75-ാമത്തെ മിനിറ്റിലും മാഞ്ചസ്റ്ററും ചേഞ്ചസ് വരുത്തുകയാണ്. മാറ്റിയാസ് കുഞ്ഞിനെയും കസമീറിനെയും പിൻവലിക്കുകയാണ്. ബെഞ്ചമിൻ ഷെഷ്കോയും ഉഗാർത്തിയും വരികയാണ്. അപ്പോൾ എംബൂമോ ആ ലെഫ്റ്റിലേക്ക് നീങ്ങുന്നു. ഷെഷ്കോ സ്ട്രൈക്കറായിട്ട് കളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ബെഞ്ചമിൻ ഷെഷ്കോ വന്ന ഉടനെ ഫസ്റ്റ് ടച്ചിലും സെക്കൻഡ് ടച്ചിലും ഞങ്ങൾക്ക് ഗോൾ അടിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഗെയിൻ യുണൈറ്റഡിൻ്റെ ആ ഒരു ഫ്രണ്ട് ഫുട്ബോളിലുള്ള അവരുടെ ഒരു എന്താ പറയുക, ഫ്രണ്ടിൽ നിന്ന് പ്രസ് ചെയ്തതിൻ്റെ ഗുണം അവിടെ കാണാൻ സാധിക്കുകയാണ്. ഫുള്ളമിൻ്റെ ഏരിയയിൽ അവർ ബോൾ വിൻ ചെയ്യുന്നു. എന്നതിന് ശേഷം എന്താണ്, മെയിനു റൈറ്റ് സൈഡിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്തുള്ള ബ്രൂണോ കൊടുക്കുകയാണ്. ബ്രൂണോ ഫ്ലിക്ക് ചെയ്തിട്ടേ അത് അമാദിന് കൊടുക്കണം. അമാദ് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ബോക്സിലേക്ക് ഡെലിവറി കൊടുക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും എംബൂം ബോക്സിലേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നുണ്ട്. ഷെഷ്കോ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. ആ ഡീപ്പ് ക്രോസ് വാസ് ഫാൻറ്റാസ്റ്റിക്. ഷെഷ്കോയുടെ ഹെഡർ വാസ് ഗ്രേറ്റ്. പക്ഷേ അൺലക്കിയാണ് ചങ്ങായത്. പോസിറ്റ് തട്ടിയിട്ട് തിരിച്ച് റീബൗണ്ട് അദ്ദേഹത്തിലേക്ക് തന്നെ വരുന്നു. പക്ഷേ അഗെയിൻ ആൾക്കത് ഡൈവേർട്ട് ചെയ്ത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല. പക്ഷേ അത് എന്താ പറയുക, ഷെഷ്കോനെ സംബന്ധിച്ചോളം അപ്പോൾ അത് 3-0 ആക്കിയിരുന്നെങ്കിൽ ഗെയിം ഡൺ ആൻഡ് ഡസ്റ്റഡ് ആയി പോയെന്ന് എന്നുള്ള കാര്യം ഓർക്കണം. അതൊരു ഫാൻറ്റാസ്റ്റിക് ചാൻസ് ആയിരുന്നു. ഒരു പക്ഷേ മത്സരം സമനിലയിലെങ്ങാനും പിരിഞ്ഞിരുന്നെങ്കിൽ ഈ ചാൻസിനെ കുറിച്ച് ചിലപ്പോൾ കൂടുതൽ ആളുകൾ സംസാരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആളുടെ ഫസ്റ്റ് ടച്ച് ആയിരുന്നെങ്കിൽ പോലും, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നെങ്കിൽ പോലും അത് കൂടുതൽ ചർച്ചയായി പോയേനെ. എനിവേ 83-ാമത്തെ മിനിറ്റിലാണ് ഫുള്ളം ആ ഒരു പെനാൽറ്റി വിൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞ പോലെ ഡിഫൻസും മിഡ്ഫീൽഡും തമ്മിലുള്ള ഗ്യാപ്പ് അവിടെ വലുതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു ക്ലോസ് പ്രോക്സിമിറ്റിയിലല്ല അവർ നിൽക്കുന്നത്. ആ ഒരു കോമ്പാക്ട്നെസ് പോയി. കോമ്പാക്ട്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 4-4-2 ഷേപ്പിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള പിന്നെ ഓഫ് ദി ബോൾ ഇവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫുള്ളും എന്താണെന്ന് വെച്ചാൽ അവർ ആ ഗാമ്പിൾ എടുത്തു തുടങ്ങി.
അവർ മിഡ്ഫീൽഡിൽ യുണൈറ്റഡിനെ ഔട്ട് നമ്പർ ചെയ്യാനുള്ള ശ്രമം നടത്തി തുടങ്ങി. അതൊരു പ്രശ്നമാണ് കാരിക്കിനെ സംബന്ധിച്ചിടത്തോളം. അത് കൺസിഡർ ചെയ്യേണ്ട തരത്തിലുള്ള സംഭവമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു കാര്യം. അപ്പോൾ അവിടെ കോബി മേനു പ്ലെയറിലേക്ക് അട്രാക്ട് ചെയ്ത് പോകുന്നു. അവിടെ യുണൈറ്റഡിന് ആ ഡ്യൂല് വിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. സാൻഡബർഗയിലേക്ക് ബോൾ കൊടുക്കുകയാണ്. സാൻഡബർഗയുടെ മുമ്പിൽ ഏക്കേഴ്സ് ഓഫ് സ്പേസ് ആണ്. പക്ഷേ അവിടെ അഗെയിൻ ഡിയോഗോ ഡാലോയുടെ പ്രശ്നങ്ങൾ നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു മൊമെൻറ്റിൽ ലിസാൻഡ്രോ മാർട്ടിനസ് താഴോട്ട് ഇറങ്ങി വരാൻ പറയുന്നുണ്ട് ചെങ്ങായിനോട്. താഴോട്ട് ഇറങ്ങി വരാൻ പറയുമ്പോൾ അതായത് പിന്നെ ഹാരി മഗ്വയറിലേക്ക് പാസ് കൊടുത്തു ലിച്ച. ഹാരി മഗ്വയറിന് ഒരു പാസിംഗ് ഓപ്ഷൻ വേണമല്ലോ. അപ്പോൾ അവിടുന്ന് റൈറ്റ് ബാക്ക് ഫുൾ ബാക്ക് ഇറങ്ങി വരണ്ടേ. അതിന് പകരം ലിസാൻഡ്രോ മാർട്ടിനസ് താഴോട്ട് ഇറങ്ങി വരാൻ വരുമ്പോൾ ചെങ്ങായി അങ്ങോട്ടേക്ക് ഓടുകയാണ്. അപ്പോൾ ആളുടെ ഐക്യു ഭീകരമാണ്. അപ്പോൾ എന്തായാലും അവിടെ ഡിയോഗോ ഡാലോയുടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ ട്രാക്ക് ബാക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ കൃത്യമായിട്ട് പൊസിഷനിൽ ഇരിക്കാത്തൊരു സാധനമുണ്ട്. കാരണം സാൻഡോബർഗ് റൗൾ ഹിമിനസിനെ പിക്ക് ചെയ്യാണ് ഡിയോഗോ ഡാലോയുടെ ഏരിയയിലാണ്. ഹിമിനസ് ഷോട്ട് അൺലീഷ് ചെയ്യുമ്പോൾ എന്താ സംഭവം വെച്ചാൽ ലാമൻസ് അവിടെ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹാരി മഗ്വയർ വന്നിട്ട് ആ ചാലഞ്ച് നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു കോൺടാക്റ്റ് ഉണ്ട്. പെനാൽറ്റി കൊടുക്കുന്ന ഒരു പെനാൽറ്റി തന്നെയാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. അങ്ങനെ ആ പെനാൽറ്റി റൗൾ ഹിമിനസിൻ്റെ ഫാൻറ്റാസ്റ്റിക് പെനാൽറ്റിയാണ്. എനിക്ക് തോന്നുന്നു ആളുടെ റെക്കോർഡ് ആബ്സലൂട്ട്ലി ഇൻക്രെഡിബിൾ ആണ്. അടിച്ച പെനാൽറ്റികളെല്ലാം കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പെനാൽറ്റി ലോമൻസ് ശരിക്കും സെയിം ഏരിയയിൽ തന്നെ ചാടുന്നു. പക്ഷേ അതിൽ അധികം റണ്ണപ്പോ കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് തന്നെ ആൾ ആ ഒരു കോർണർ പിക്ക് ചെയ്ത രീതി വാസ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ. അപ്പോൾ അങ്ങനെ 2-1 ആക്കുകയാണ്. അപ്പോൾ അതൊരു ഒരു ഒരു നെർവസ് എൻഡിങ്ങിലേക്ക് ഇങ്ങനെ നീങ്ങുകയാണ് അല്ലേ. അപ്പോൾ പലരും കളി കാണുമ്പോൾ പലരും പേടിച്ചിട്ടുണ്ടാവും. പണ്ടാറടങ്ങാനായിട്ട് ഇനിയിപ്പോൾ ഈക്വലൈസർ അങ്ങനെ വരും. കാരണം വെച്ചാൽ ഫുള്ളും ധൈര്യമുള്ള ടീമാണ്, ബ്രേവ് ആയിട്ടുള്ളൊരു ടീമാണ്, ഒരു എടങ്ങറ് പിടിച്ച സൈഡാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചോളം എന്താണ്, അവർ ആ ഒരു ഈക്വലൈസർ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ആൾ ഒരു ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ക്വാൻകേനെ പിൻവലിച്ചുകൊണ്ട് കാൽവിൻ ബാസിനെ കൊണ്ടുവന്നു. ഈ കാൽവിൻ ബാസിൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായി, അത് വേറെ കാര്യം. ഡിയോഗോ ഡാലോനെ പിൻവലിച്ച് മസറാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു മൈക്കിൾ കാരിക്ക്. മസറാവിനെ കൂടുതൽ ചിലപ്പോൾ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് പോകെ. കാരണം ഡാലോയുടെ ഐക്യ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ എനിവേ എന്താണ് ആ ഒരു ഗോൾ എങ്ങനെയാണ് വരുന്നത്, കെവിൻ്റെ ഗോൾ വരുന്നത്. യുണൈറ്റഡ് സിഡ്ബാക്കിയാണ് ഇഞ്ചുറി ടൈമിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ സിഡ്ബാക്കിയാണ് 2-1 എന്നുള്ള നിലയിൽ പരിപാടി നിർത്താമെന്നാണ് കരുതുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ കെവിൻ സബ്ബായിട്ട് വന്നാൽ സെസന്യോണും സബ്ബായിട്ട് വന്നിട്ടുണ്ടല്ലോ. സെസന്യോണുമായിട്ട് 1-2 കളിക്കുകയാണ്. അവിടെ കെവിൻ ഡബിളപ്പ് ചെയ്യപ്പെട്ടിട്ട് പോലും ആൾ ആ പാസ് റിലീസ് ചെയ്യുന്നു. ബോക്സിൽ നിൽക്കുന്ന സെസന്യോണ് ലെഫ്റ്റ് സൈഡിലാണ് സംഭവിക്കുന്നത്. സെസന്യോൺ അത് തിരിച്ച് കെവിന് കൊടുക്കുകയാണ്. ഉഗാർത്തെ ക്ലോസ് ഡൗൺ ചെയ്യുന്നില്ല കെവിൻ്റെ പക്ഷേ ഷോട്ട് വാസ് മാജിക്കൽ സ്ട്രൈക്ക്. വാട്ട് എ സ്ട്രൈക്ക് മാൻ, വാട്ട് എ ഗോൾ മാൻ. ഓൾഡ് ട്രാഫോർഡിൽ ഫുള്ളും വിചാരിച്ചത് ആ സമനില നേടി, ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് നേടി എന്നുള്ളതാണ്. മാർക്ക് സിൽവ സെലിബ്രേറ്റ് ചെയ്യുന്നു, വിചാരിച്ചത് നേടി എന്നുള്ളതാണ്. പക്ഷേ വിചാരിച്ചത് പലപ്പോഴും ഓൾഡ് ട്രാഫോർഡിൽ നടക്കാറില്ല. കുറേ നാളായിട്ട് അത് യുണൈറ്റഡിന് പോലും നടക്കാറുണ്ടായിരുന്നില്ല അവർ വിചാരിച്ചത്. പക്ഷേ ഒരു കാലം ഉണ്ടായിരുന്നു, ഓപ്പോസിറ്റ് ടീം വിചാരിച്ച ഒരു പരിപാടിയും നടക്കാത്തൊരു കാലം ഉണ്ടായിരുന്നു. ചുവന്ന ചെകുത്താന്മാരുടെ സ്വന്തം തട്ടമായിട്ടുള്ള ഓൾഡ് ട്രാഫോർഡിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ യുണൈറ്റഡ് പതറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾഡ് ട്രാഫോർഡ് പതറിയില്ല. അങ്ങനെ ലിസാൻഡ്രോ മാർട്ടിനസിൻ്റെ ഡയഗണൽ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ഡയഗണൽ, ഫാന്റാസ്റ്റിക് ഡയഗണൽ. അത് അമാദിയാലാണ് ആ റൈറ്റിൽ വിട്ട് പ്രൊവൈഡ് നിൽക്കുന്നത്. ആളിലേക്ക് ആ ബോൾ എത്തിയുള്ള സാഹചര്യത്തിൽ അത് തിരിച്ച് ബാക്കിലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രൂണോ ഫെർണാണ്ടസ് അവിടെ നിന്ന് ഇങ്ങനെ റൈറ്റിലേക്ക് ഇങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് ഇങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അത് മസറാവി കൊടുക്കും. മസറാവി ഫസ്റ്റ് ടൈമിൽ തന്നെ അത് ബ്രൂണോ ഫെർണാണ്ടസിന് കൊടുക്കണം. അപ്പോൾ ആ സാഹചര്യത്തിൽ കാൽവിൻ ബാസി ബ്രൂണോ ഫെർണാണ്ടസിലേക്ക് ക്ലോസായി വരുന്നുണ്ട്. അവിടെ ആ രീതിയിൽ അത് ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ബോൾ വിൻ ചെയ്യണം, അല്ലെങ്കിൽ ബ്രൂണോനെ ഫൗൾ ചെയ്യണം. ഇത് രണ്ടും ചെയ്യാൻ അവിടെ കാൽവിൻ ബാസിക്ക് സാധിക്കുന്നില്ല. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഇൻ്റലിജൻസ്, ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ആ ഒരു ടെക്നിക്കൽ എബിലിറ്റി അവിടെ ആ ഡമ്മിയിൽ കംപ്ലീറ്റ്ലി കാൽവിൻ ബാസിനെ ബീറ്റ് ചെയ്യപ്പെടുകയാണ്. എന്നിട്ട് ആളവിടെ ഫസ്റ്റ് ടൈം ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുകയാണ്. ബോക്സിൽ ആകെ ശശിക്കേ ഉള്ളൂ, പക്ഷേ ആ ഫസ്റ്റ് ടൈം ക്രോസ് കൊടുക്കുന്നത് അതവിടെ വളരെ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. ആൾ വീണുപോയി ആ ക്രോസ് കൊടുക്കുമ്പോൾ. പക്ഷേ സ്റ്റിൽ ആ ക്രോസ് അത് ഗുഡ് ക്രോസ് ആയിരുന്നു. ശശിക്കയുടെ ഫസ്റ്റ് ടച്ചിൽ അവിടെ ബോളിനെ ആൾക്ക് അവിടെ ഡെഡാക്കാൻ സാധിക്കുന്നതിന് ശേഷം ആൾ ടേൺ ചെയ്ത് ഫിനിഷ് ചെയ്യാണ്. അതൊരു ഫാന്റാസ്റ്റിക് ഫിനിഷാണ്. ബെഞ്ചമിൻ ശെഷ്കോ എന്ന് പറഞ്ഞ പ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം ആളുടെ 5ാമത്തെ പ്രീമിയർ ലീഗ് ഗോൾ മാത്രമാണ്. പക്ഷേ ആളുടെ എബിലിറ്റി ഇപ്പോൾ അങ്ങനെ കാണിച്ച് തുടങ്ങുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ അത് സംശയം വേണ്ട. ആൾക്ക് എബിലിറ്റി ഉണ്ട്. അപ്പോൾ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം അവരുടെ ഇപ്പോൾ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോ അവരെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ക്വാളിറ്റി ഫുട്ബോളേഴ്സിനാണ് അങ്ങോട്ടേക്ക് കൊണ്ടുവന്നുള്ളത് കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ബെഞ്ചമിൻ ശെഷ്കോയും പൊട്ടൻഷ്യൽ ഒരു പ്ലെയർ തന്നെയാണ്. സോഫാർ എന്താണ് ഭീകരമായിട്ടുള്ള രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. പക്ഷേ അവിടെ എബിലിറ്റി ഉണ്ട്.
അധികം വൈകാതെ തന്നെ റെഗുലറായിട്ട് ചങ്ങായി ഡെലിവറി ചെയ്യാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഗോള്, ആ വിന്നിങ് ഗോള്, ഓൾഡ് ട്രാഫോർഡിലെ ആ ഒരു ഫെയ്ത്ത്ഫുള്ളിന് മുമ്പിൽ, ആ സ്ട്രെറ്റ്ഫോർഡ് എൻഡിൽ മൈക്കിൾ കാരിക്ക് മത്സരത്തിന് ശേഷം പറഞ്ഞുള്ള കാര്യം എന്ന് വെച്ചാൽ സ്ട്രെറ്റ്ഫോർഡ് എൻഡിൽ അത്തരത്തിലൊരു ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ അതിലും സുന്ദരമായിട്ടുള്ളൊരു കാര്യമില്ല എന്നുള്ളതാണ്. കാരണം അത്തരത്തിലുള്ള ക്രൗഡിന് മുമ്പിലാണ് അമ്മാതിരി ഗോൾ അടിച്ചുള്ളത്. ആളുടെ ഒരു ഫിനിഷ് വാസ് ക്ലാസ് മാൻ. കീപ്പർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അമ്മാതിരി സാധനം. അത് ലിഫ്റ്റ് ചെയ്തിട്ട് ചങ്ങായി ഫിനിഷ് ചെയ്ത രീതി വാസ് ആബ്സല്യൂട്ട്ലി ബ്രില്യൻറ്റ്. അപ്പോൾ അങ്ങനെ ബെഞ്ചമിൻ ഷെഷ്കോ വിന്നിങ് ഗോൾ അടിച്ചിരിക്കുകയാണ്. സ്ലൊവേനിയക്കാരൻ ഗോൾ അടിച്ചിരിക്കുകയാണ്. ബ്രൂണോ ഫെർണാണ്ടസ് മറ്റൊരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ കാൽവിൻ ബാസിനെ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ പണ്ടറങ്ങാനായിട്ട് ബ്രൂണോനെ എങ്ങനെയെങ്കിലും അവിടെ പിടിച്ച് വീഴ്ത്തിയിട്ടാൽ മതിയായിരുന്നു എന്നാണ് ആൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുക. കാരണം ഫ്രീ കിക്ക് ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ബെറ്റർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന അവർ കരുതുന്നുണ്ടായിരിക്കും. ഫസ്റ്റ് ഗോളിൽ അവർക്ക് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ എന്നാൽ പോലും. അപ്പോൾ ബ്രൂണോയെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോളർ മാൻ കുറച്ച് റെസ്പെക്റ്റ് ആകാം. ഞാൻ എല്ലാ മത്സരങ്ങളിലും പറയുന്ന റിവ്യൂവിലും പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ആളുടെ ചില നമ്പേഴ്സ് നോക്കി കഴിഞ്ഞാൽ, അതായത് ബ്രൂണോ ഫെർണാണ്ടസിനേക്കാൾ കൂടുതൽ അസിസ്റ്റുകൾ ഈ സീസണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മറ്റൊരാളില്ലടോ പ്രീമിയർ ലീഗിൽ. 12 അസിസ്റ്റുകളായി അദ്ദേഹത്തിൻ്റെ പേരിൽ, 12 അസിസ്റ്റുകളായി. അതിൽ തന്നെ അവസാനത്തെ കുറച്ച് മത്സരങ്ങളിലുള്ള സംഭവങ്ങൾ നമ്മൾ നോക്കാം. അതായത് വൂൾസിനെതിരെ അസിസ്റ്റ്, ബോർണ്മൗത്തിനെതിരെ അസിസ്റ്റ്, വില്ലയ്ക്കെതിരെ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ബേൺലിക്കെതിരെ അസിസ്റ്റ്, മാൻ സിറ്റിക്കെതിരെ അസിസ്റ്റ്, ആഴ്സണലിനെതിരെ അസിസ്റ്റ്, ഫുള്ളമിനെതിരെ 2 അസിസ്റ്റുകൾ. അപ്പോൾ ആ രീതിയിൽ എന്താണ് ചെങ്ങനെ സംബന്ധിച്ചിടത്തോളം അവസാനത്തെ 7 പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ 7 അസിസ്റ്റുകൾ ചെങ്ങനെ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ യുണൈറ്റഡിൻ്റെ ഈ ഒരു ഫോം ഈ രീതിയിൽ അവർക്ക് പിക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയാണ് ഈ ചങ്ങായി. അപ്പോൾ ആ ഫെർദർ ഓഫ് ദ പിച്ച് ചങ്ങായി കളിക്കുമ്പോൾ ആളുടെ എബിലിറ്റി ആൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൊമെൻറ്റ്സ് മതി ബ്രൂണോയെ പോലുള്ളൊരു പ്ലെയർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, അതും വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ അതാണ് ആളുടെ മറ്റു ചില നമ്പേഴ്സ് കൂടി നോക്കിക്കഴിഞ്ഞാൽ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ സെറ്റ് പീസിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ചങ്ങയാണ് 7 അസിസ്റ്റുകൾ. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ഇൻക്ലൂഡിങ് അസിസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ചങ്ങയാണ് 68. ഏറ്റവും കൂടുതൽ ചാൻസുകൾ ഓപ്പൺ പ്ലേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്, 45. ഏറ്റവും കൂടുതൽ ബിഗ് ചാൻസുകൾ പ്രീമിയർ ലീഗിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ബ്രൂണോ ഫെർണാണ്ടസ് ആണ്, 16. ഏറ്റവും കൂടുതൽ ത്രൂ ബോളുകൾ ചങ്ങയാണ് 21. ഇതിലൊക്കെ റാങ്ക് നമ്പർ 1 ആണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ക്രിയേറ്റർ ഇൻ ചീഫ് ആയിട്ടുള്ള നമ്പർ 1 ക്രിയേറ്റർ ആയിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസ് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ 6 വർഷമായി ചങ്ങായി മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വന്നിട്ടുണ്ട്. പോസ്റ്റ് സർ അലക്സ് ഫെർഗുസൺ ഇറയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ബെസ്റ്റ് സൈനിങ് അത് ബ്രൂണോ ഫെർണാണ്ടസ് ആണെന്നുള്ളത് നമുക്ക് പറയേണ്ടി വരും. അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഡിഫറെൻറ്റ് ഒപ്പീനിയനുകൾ ഉണ്ടായിരിക്കും, പക്ഷേ അതാണ് എൻ്റെ അഭിപ്രായം. എനിവേ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ഈ മൊമെൻറ്റം ബിൽഡ് ചെയ്യണം. ഈ മൊമെൻറ്റം ഈ രീതിയിൽ ഇങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോയിട്ട് സീസൺ ബെറ്ററായിട്ട് അവസാനിപ്പിക്കണം. ടോപ്പ് 4 ഫിനിഷ് ചെയ്യണം. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ ഡെലിവർ ചെയ്യണം. ടോപ്പ് 5 പോലും ചിലപ്പോൾ ചാമ്പ്യൻസ് ലീഗ് കിട്ടാനുള്ള സാധ്യതയുള്ളൊരു മറ്റൊരു സീസണാണ്. അപ്പോൾ എന്തായാലും ആ ഒരു എന്താ പറയുക 4-5 പൊസിഷനായിട്ട് ഭയങ്കരമായിട്ടുള്ള പോരാട്ടം 3 ക്ലബ്ബുകളാണ് നിലവിൽ നടത്തിക്കൊണ്ടിരുന്നത്, ചെൽസിയും ലിവർപൂളും മാഞ്ചസ്റ്റർ യുണൈറ്റഡും. ഒരു പക്ഷേ ആസ്റ്റൺ വില്ലയും കുറച്ച് കഴിഞ്ഞാൽ താഴോട്ട് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള ഇഞ്ചുറി പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട്. അവരിപ്പോൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ബ്രെൻഫോർഡുമായിട്ട്. 10 പേര് വെച്ചിട്ടുള്ള ബ്രെൻഫോർഡിനെതിരെ അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 1-0 സ്കോറിൽ അവർ പരാജയപ്പെടുന്നു. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇടങ്ങൾ പിടിച്ചൊരു റിസൾട്ടാണ്. അവരെന്തായാലും ആ ഒരു ടൈറ്റിലിന് വേണ്ടിയിട്ട് പുഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്കോഡിലാണ് നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. പക്ഷേ ഇനി ആ ഫോം ഇമ്പ്രൂവ് ആയില്ലെങ്കിൽ അവർ ചിലപ്പോൾ താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. 6 പോയിൻറ്റ്സിൻ്റെ വ്യത്യാസമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആസ്റ്റൺ വില്ലയും നിലവിലുള്ളത് എന്നുള്ള കാര്യം പറയണം. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നിനെക്കുറിച്ചും ബോധർ ചെയ്യേണ്ട കാര്യമില്ല. പ്രീമിയർ ലീഗ് ഫുട്ബോളിനെ കുറിച്ച് മാത്രം ബോധർ ചെയ്താൽ മതി. ആസ്റ്റൺ വില്ലയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യൂറോപ്പ ലീഗ് ഫുട്ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ മത്സരത്തെക്കുറിച്ച് നിങ്ങൾ പറയാനുള്ളത്. സ്പേഴ്സ് ഡിഫറെൻറ്റ് ടെസ്റ്റ് ആയിരിക്കും. ഓരോ മത്സരം കഴിയുമ്പോൾ നമ്മൾ ഓരോ ഡിഫറെൻറ്റ് ടെസ്റ്റുകളെ കുറിച്ച് സംസാരിക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും ആ ടെസ്റ്റ് യുണൈറ്റഡ് പാസ്സാകാൻ പോകുന്നത്. പക്ഷേ യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം ആ ഡിഫെൻസീവ് വൾണറബിലിറ്റി, ആ കോൺസെൻട്രേഷൻ്റെ ലാക്കിങ് നമുക്ക് ഈ മത്സരത്തിലും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഗോളിൽ 8 യുണൈറ്റഡ് പ്ലേയേഴ്സൊക്കെ ബോക്സിലുണ്ടായിരുന്നു. പക്ഷേ അവിടെ കെവിനെ ക്ലോസ് ഡൗൺ ചെയ്യാനോ കാർത്തിക് കൃത്യസമയത്ത് സാധിക്കാത്ത ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു കൺഫ്യൂസ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി ഡോമിനേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ, പൊസഷൻ ഡോമിനേറ്റ് ചെയ്യേണ്ട സാഹചര്യം വരുമ്പോൾ ഏത് രീതിയിലായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കാൻ പോകുന്നത് അതുകൂടി കാണേണ്ടതായിട്ടുണ്ട്. ഈ 3 മത്സരങ്ങളിലും പൊസഷൻ യുണൈറ്റഡിന് കുറവായിരുന്നു. ട്രാൻസിഷൻ ഫുട്ബോളാണ് അവർ കൂടുതലും ത്രെട്ടൺ ചെയ്യുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അവരുടെ പ്രസ്സിനെ ഈ മത്സരം ഫുള്ളും പലപ്പോഴായിട്ട് ഈസിലി ബീറ്റ് ചെയ്യുന്ന സിനാരിയോകളുണ്ടായിരുന്നു. എനിവേ പോസിറ്റീവ്സ് ഒരുപാടുണ്ട് യുണൈറ്റഡ് സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഈ പറഞ്ഞ പോലെ അനലൈസ് ചെയ്യുമ്പോൾ നെഗറ്റീവ്സും കൂടി പറഞ്ഞു പോകേണ്ടതായിട്ടില്ലേ? അതല്ല അതിൻ്റെ ഒരു മര്യാദ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാൻ സിറ്റി സ്പേഴ്സിനെ കുറിച്ച് സംസാരിക്കണം, ലിവർപൂളിൻ്റെ വിജയത്തെക്കുറിച്ച് സംസാരിക്കണം, റയൽ മാഡ്രിഡിനെ കുറിച്ച് സംസാരിക്കണം, ബാഴ്സലോണയെ കുറിച്ച് സംസാരിക്കണം. പണ്ടറങ്ങാനായിട്ട് തൊണ്ട അങ്ങോട്ട് പൂർണ്ണമായിട്ടും ഫിറ്റല്ല. അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞു വരുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം.
ഗുഡ് ബൈ.